family. Jesus, Mary and Joseph. അനുസരണയുള്ള കുട്ടിയായി യേശു വളർന്നു. തൻ്റെ പിതാവിൻ്റെ ഒപ്പം അധ്വാനിച്ച് ദാരിദ്ര്യവും വിശപ്പുമൊക്കെ അനുഭവിച്ചാണ് യേശു വളർന്നത്. അപ്പാ, ഈ തടിയൊക്കെ എവിടെയാണ് വെക്കേണ്ടത്? അത് താഴെ തന്നെ വെച്ചോളൂ മോനെ. നിങ്ങൾ വരൂ, അത്താഴം കഴിക്കാം. അമ്മേ, ഞാൻ ഈ പണി കൂടി തീർക്കട്ടെ. ദാ വരുന്നു. മതി മതി മതി, ഇന്നത്തേക്ക് ഇത് മതി മകനെ. വരൂ, നമുക്ക് പോയി അമ്മയുണ്ടാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം. പ്രിയനെ, യേശുവിന് 12 വയസ്സായി. നമുക്കിവനെ ജെറുസലേം ദേവാലയത്തിൽ പെസഹ തിരുനാളിന് കൊണ്ടുപോകണ്ടേ? ശരിയാണ്. പക്ഷേ ജെറുസലേമിലെ പ്രശ്നങ്ങളോർത്ത് എനിക്ക് ഭയം തോന്നുന്നു. യൂതന്മാരും റോമാക്കാരും തമ്മിൽ എപ്പോഴും വഴക്കിലാണ്. ഏത് സമയത്തും യുദ്ധം നടന്നേക്കാം. അത് സാരമില്ല, കർത്താവ് നമ്മെ കാക്കും. യുദ്ധത്തിന് മുമ്പ് തന്നെ നമുക്ക് മടങ്ങിപ്പോരാം. ശരി, എന്നാൽ അടുത്ത ആഴ്ച നമുക്ക് ജെറുസലേമിലേക്ക് പോകാം. നാളെ തന്നെ യാത്രയുടെ തയ്യാറെടുപ്പുകൾ നമുക്ക് തുടങ്ങാം. അടുത്ത ആഴ്ച ജോസഫ് മറിയത്തെയും യേശുവിനെയും ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ യാത്ര ചെയ്ത് പെസഹ തിരുനാളിനായി അവർ ജെറുസലേമിലെത്തി. ഇവിടെ നല്ല തിരക്കാണല്ലോ. നോക്കൂ, അയാൾ ബലിയർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടികളെ വിൽക്കുന്നുണ്ട്. നമുക്ക് അയാളുടെ അടുത്തേക്ക് പോകാം. സുഹൃത്തെ, ഈ ആട്ടിൻകുട്ടിക്ക് എന്താ വില? ബലിയർപ്പണത്തിന് തികച്ചും യോജിച്ച ആട്ടിൻകുട്ടിക്ക് 10 ഷെക്കൽ. അത് വളരെ കൂടുതലാണല്ലോ. അത് സാരമില്ല, ഇത് യേശുവിന്റെ ആദ്യത്തെ ബലിയർപ്പണമല്ലേ. ശരി, അത് തന്നോളൂ. ആഹാ, പുരോഹിതൻ അവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് പോയി ഈ ആട്ടിൻകുട്ടിയെ ഏൽപ്പിക്കാം. ഗുരു, എന്താണ്? ഞങ്ങൾ നസറത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ മകൻ യേശുവിന് 12 വയസ്സായി. ഇത് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയാണ്. ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ശരി, ഇത് നല്ലൊരാട്ടിൻകുട്ടിയാണ്. ദൈവത്തിൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിക്കട്ടെ. ഗുരു, ഗുരു, എന്തു പറ്റി? എന്തിനാണ് ഓടുന്നത്? ഗുരു, ഗുരു, റോമാ ഭടന്മാർ അവർ ആരെയോ പിന്തുടർന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് വരികയാണ്. ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ. യേശു, എൻ്റെ കൂടെ വരൂ. റോമാ ഭടന്മാർ വരുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ ആളുകൾ ഓടിത്തുടങ്ങി. ആ തിരക്കിനിടയിൽ യേശു ജോസഫിന്റെ പക്കൽ നിന്നും മാറിപ്പോയി. അപ്പാ, അപ്പാ, അങ്ങ് എവിടെയാ? തിരക്ക് കഴിഞ്ഞപ്പോൾ യേശു തനിച്ചായി. അവൻ ദേവാലയത്തിന് ചുറ്റും നടന്ന് പുരോഹിതന്മാർ തമ്മിൽ വാഗ്വാദം നടത്തിയിരുന്നൊരു മുറിയിൽ എത്തിച്ചേർന്നു. ഇസ്രായേൽക്കാർക്ക് മാത്രം അനുവദിച്ചിരുന്ന സ്ഥലത്ത് പ്രവേശിച്ച് റോമാക്കാർ ദേവാലയം അശുദ്ധമാക്കിയിരിക്കുന്നു. ശരിയാണ്, നമുക്ക് ഈ ദേവാലയം ശുദ്ധീകരിക്കണം. ഞാനിന്ന് പറഞ്ഞോട്ടെ? നിനക്കെന്താണ് വേണ്ടത്? ഗുരു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? റോമാക്കാരും മനുഷ്യരല്ലേ?
ദേവാലയത്തിൽ അവർ പ്രവേശിച്ചതുകൊണ്ട് അശുദ്ധമായെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവർ വിജാതീയരാണ്, അശുദ്ധരുമാണ്. അതുകൊണ്ടാ. പക്ഷേ ദൈവം എല്ലാ ആളുകളുടെയും പിതാവല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെ ഭവനം റോമാക്കാർ ഉൾപ്പെടെ എല്ലാവർക്കുമായി തുറക്കേണ്ടതല്ലേ? അതിനിടെ യേശു മറിയത്തിന്റെ ഒപ്പമുണ്ടെന്ന് കരുതിയ ജോസഫ് അവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മറിയം, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ജോസഫ്, ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കിയെന്ന് നിനക്കറിയാമോ? യേശു എവിടെ? അവൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? ഇല്ല, ദേവാലയത്തിൽ വെച്ച് അവൻ എൻ്റെ കൂടെ ഇല്ല. ഞാൻ കരുതി നിന്റെ കൂടെ ആയിരിക്കുമെന്ന്. അവിടുന്ന് ഇറങ്ങിയതിൽ പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. വരൂ, നമുക്ക് അവനെ പോയി അന്വേഷിക്കാം. കർത്താവേ, അവനെ കാത്തുകൊള്ളണേ. വരൂ, നമുക്ക് ദേവാലയത്തിൽ പോയി അന്വേഷിക്കാം. അത് നിങ്ങൾ എൻ്റെ മകനെ കണ്ടായിരുന്നോ? ഞാനെങ്ങനെ നിങ്ങളുടെ മകനെ അറിയും? നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? 3 ദിവസം മുമ്പ് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങാൻ ഞാൻ വന്നിരുന്നു. ആ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇല്ല, ഞാൻ കണ്ടില്ല. എന്തു പറ്റി? ഇവിടുത്തെ തിരക്കിനിടയിൽ അവൻ കൈവിട്ടുപോയി. അപ്പോൾ മുതൽ ഞങ്ങൾ അവനെ അന്വേഷിക്കുകയാണ്. ഓ, അത് വളരെ കഷ്ടമായി പോയല്ലോ. നിങ്ങൾ ദേവാലയത്തിനുള്ളിൽ പോയി ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. ശരി സുഹൃത്തെ, വാ മറിയം, നമുക്ക് അകത്തു പോയി ചോദിക്കാം. അത് പിന്നെ, കുപ്പായം ധരിച്ച ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നോ? അത് ഏകദേശം 12 വയസ്സുള്ള കുട്ടിയാണോ? അതെ, അത് തന്നെ. പുരോഹിതർ വിശ്രമിക്കുന്ന മുറിയിലേക്ക് ചെല്ലൂ. കഴിഞ്ഞ 2 ദിവസമായി അവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവൻ എന്തൊരറിവാണ്! അവൻ നിങ്ങളുടെ മകനാണോ? അതെ, അവൻ എൻ്റെ മകനാണ്. ആ മുറി എവിടെയാണ്? നിങ്ങൾ ഭാഗ്യവാനാണല്ലോ. നേരെ പോവുക, നിങ്ങളുടെ ഇടതുവശത്തായി ആ മുറി കാണാം. ഈ കുട്ടിക്ക് ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടി? അവൻ ഒരു മിടുക്കനാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി അവൻ പുരോഹിതരുമായി വാഗ്വാദത്തിലായിരുന്നു. യേശു, യേശു, യേശു! അപ്പാ, എൻ്റെ മകനെ, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു. എവിടെയൊക്കെയാണ് എന്നെ തിരഞ്ഞത്? ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കണമെന്ന് അറിയില്ലേ? വരൂ യേശു, നമുക്ക് വീട്ടിൽ പോകാം. ഇത്രയ്ക്ക് അറിവും ബുദ്ധിയുമോ? ഇവൻ നിസാരക്കാരനല്ല. ചങ്ക ചക്കച്ച ചങ്ക ചക്കച്ച ചങ്ക ചക്കച്ച ചക്ക ചങ്ക ചക്കച്ച മരുഭൂമിയിലും സമൃദ്ധി നൽകും ചങ്ക ചക്കച്ച ചക്ക ചങ്ക ചക്കച്ച കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി